നോവലുകൾക്കും ഓഡിയോ ബുക്കുകൾക്കും പിന്നാലെ ശബ്ദത്തിനൊപ്പം ദൃശ്യങ്ങളും ഒരുക്കി ഗ്രാഫിക് നോവൽ പുറത്തിറക്കിയിരിക്കുകയാണ് വിദേശ മലയാളിയായ പ്രജിത്ത് രാമകൃഷ്ണനും സംഘവും. ഒരു കോമിക് ബുക്ക് സിനിമ പോലെ കാണാനും കേൾക്കാനും ആസ്വദിക്കുവാനും കഴിയുന്നതാണ് ഗ്രാഫിക് നോവൽ. ഖത്തറിൽ ഹമ്മദ് ജനറൽ ആശുപത്രിയിൽ ലബോറട്ടറി ഇൻഫർമേഷൻസ് സിസ്റ്റംസ് മാനേജറായ അഷ്ടമിച്ചിറ സ്വദേശി പാലാപ്പറമ്പിൽ പ്രജിത്ത് രാമകൃഷ്ണൻ 18 മാസം കൊണ്ടാണ് അമർ ചിത്രകഥയ്ക്ക് ഗ്രാഫിക് ദൃശ്യാവിഷ്കാരം നൽകിയത്. ഇദ്ദേഹം തന്നെ പകർത്തിയ 5000 ചിത്രങ്ങളിൽ നിന്ന് 500ഓളം ഉപയോഗിച്ചാണ് 31 മിനിറ്റ് ദൈർഘ്യമുള്ള ഗ്രാഫിക് നോവൽ ഒരുക്കിയിട്ടുള്ളത്. ചിത്രവും ശബ്ദവും ഒറിജിനൽ ആണെങ്കിലും പശ്ചാത്തലം സാഹചര്യത്തിനനുസരിച്ച് AI സാങ്കേതിക വിദ്യയിലുള്ളതാണ്. അവനകത്ത് പഠിക്കണ്ട്. എന്തിനാ ചേട്ടാ കാര്യം? ഞാൻ നിന്റെ സജീവ് മാഷിനെ കണ്ടിരുന്നു. നീ എന്തിനാ സ്റ്റോറിൽ കയറിയേ? സ്റ്റോറിലോ? പറയാനുള്ള നുണയൊന്നും ആലോചിക്കണ്ട, സത്യം പറഞ്ഞാ മതി. മോനെ നീ വല്ലതും എടുത്തോ അവിടുന്ന്? ഞാനൊന്നും എടുത്തില്ലമ്മേ. അടിച്ചതിന്റെ കാരണം പൊളിക്കും ഞാൻ. എന്താ കാണിക്കണേ? പ്രജിത്ത് ക്യാമറയിൽ പകർത്തിയ ചിത്രങ്ങൾ കോർത്തിണക്കിയാണ് ദൃശ്യാവിഷ്കാരം നടത്തിയിട്ടുള്ളത്. കഥാപാത്രങ്ങൾക്കൊപ്പം പശ്ചാത്തല ശബ്ദവും ഒറിജിനലായി റെക്കോർഡ് ചെയ്തു. ദേവദാസി എന്ന് പേരിട്ടിട്ടുള്ള ഈ ഗ്രാഫിക് നോവൽ ഞായറാഴ്ചയാണ് ഖത്തറിൽ വെച്ച് യൂട്യൂബിൽ റിലീസ് ചെയ്തത്. ജോലിക്കിടയിലെ അവധികളിൽ പ്രജിത്ത് ഇതിനകം നിരവധി ഹ്രസ്വചിത്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഈ ഗ്രാഫിക് നോവൽ എന്ന് പറയുമ്പോൾ നമ്മളൊരു പുസ്തകം, അതിനകത്ത് ഒരു നോവലിൽ ഗ്രാഫിക്സ് ഒന്നെങ്ങനെ ഉണ്ടാവും. അതായത് നമ്മുടെ അമർ ചിത്രകഥ, ആ അമർ ചിത്രകഥ നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ അതാണ് ഞങ്ങളിവിടെ സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. AI വെച്ചുള്ള ബാക്ക്ഗ്രൗണ്ട്സും അതേപോലെ തന്നെ ഒരുപാട് ഫോട്ടോസ്, ക്യാരക്ടേഴ്സിൻ്റെ ഫോട്ടോ, റിയൽ ഫോട്ടോസ് വെച്ചിട്ടാണ്. അപ്പോൾ AI ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമ്മൾ റിയൽ ഫോട്ടോസ് ഇമ്പോസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിന് കാരണം ആനിമേഷൻ എന്നുള്ളതിലേക്ക് പോവാതെ ഒരു ഗ്രാഫിക് നോവൽ എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിൽ തന്നെ നിർത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അമർ ചിത്രകഥയുടെ ഗ്രാഫിക് നോവലിന്റെ സംവിധാനം, തിരക്കഥ, എഡിറ്റിംഗ്, കളറിംഗ്, മിക്സിംഗ് ആൻഡ് മാസ്റ്ററിംഗ്, ഫോളി ആൻഡ് SFX എന്നിവ നിർവഹിച്ചിട്ടുള്ളത് പ്രജിത്ത് തന്നെയാണ്. ഗാനരചന, ആലാപനം, സബ് ടൈറ്റിൽ, കഥ എന്നിവ നിർവഹിച്ചിട്ടുള്ളത് ഖത്തറിലെ ദ വ്യൂ ആശുപത്രിയിലെ ക്വാളിറ്റി ഓഫീസറായ ഭാര്യ ആരതി പ്രജിത്താണ്. സ്റ്റിൽസ്, സബ് ടൈറ്റിൽ എന്നിവ ഖത്തറിൽ പഠിക്കുന്ന മക്കളായ ആദ്യ പ്രജിത്തും അക്ഷിത പ്രജിത്തും നിർവഹിച്ചു. ആരാജിത് ക്രിയേഷൻസിന്റെ ബാനറിലാണ് ഈ വ്യത്യസ്തമായ ഗ്രാഫിക് നോവൽ സിനിമാത്മകമായി ചിത്രീകരിച്ചിട്ടുള്ളത്. ആദ്യമായാണ് ഇത്തരത്തിലൊരു ഗ്രാഫിക് നോവൽ ഒരുക്കിയിട്ടുള്ളതെന്ന് പ്രജിത്ത് രാമകൃഷ്ണൻ പറഞ്ഞു. എന്റെ ദൈവമേ, എന്റെ പൊന്നു മോനെ, ഞാനൊന്ന് വഴക്ക് പറഞ്ഞു പറഞ്ഞ് നീ ഇങ്ങനെയാണോ ചെയ്യണേ? TCV മാള.